ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നെതാൻസൊക്കെ ആക്രമിച്ചു, ഫോർദോ ആക്രമിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ആണവ കേന്ദ്രത്തിനിട്ട് ഇറാൻ പണി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് കേൾക്കുന്നല്ലോ. എന്ന് ഈ അറബ് ന്യൂസ് സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന കാണാനൊക്കെ നല്ല വൃത്തിയുള്ള പത്രവും ഒക്കെയാണ്. അവരുടെ റിപ്പോർട്ടുണ്ട്. നമ്മുടെ തന്നെ റിപ്പബ്ലിക് ടിവിയിലും ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയിലും ഇറാൻ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി. ഡിമോണ എന്ന് പറഞ്ഞ ആണവ നിലയത്തിനെതിരെ ആക്രമണം നടത്തി. ഡിമോണയിലെ ആണവ കേന്ദ്രത്തിന്റെ പേര് ഷിമോൺ പെരസ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്നാണ് അതിന്റെ പേര്. ഷിമോൺ പെരസ് പ്രധാനമന്ത്രി ആയിരുന്നല്ലോ ഇസ്രയേലിന്റെ. അദ്ദേഹത്തിന്റെ പേരിൽ 2018 പേര് മാറ്റിയതാണ്. മുമ്പ് അതിന്റെ പേര് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്നായിരുന്നു. നെഗേവ് മരുഭൂമിയിലാണ് ഇത് നിൽക്കുന്നത്. ഡിമോണ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത നഗരമാണ്. പ്രോപ്പർ ഡിമോണയിലല്ല. അവിടെ നിന്ന് 13 കിലോമീറ്റർ, നഗരത്തിൽ നിന്ന് 13 കിലോമീറ്റർ മാറി മരുഭൂമിയോടൊക്കെ ചേർന്നാണ് ഈ ആണവ നിലയം. ആണവ നിലയം നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന പരിപാടികൾക്കുള്ളതാണെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപിത നയം. ഡിമോണയുടെ. പക്ഷെ ഡിമോണയിൽ നടക്കുന്നത് അതൊന്നും അല്ല, അണുബോംബ് ഉണ്ടാക്കുന്ന പരിപാടി തന്നെയാണ് എന്നാണ് പൊതുവെ പറയുന്നത്. രാജ്യാന്തര ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ സിപ്രി, മറ്റേ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരാണല്ലോ എപ്പോഴും കണക്ക് പുറത്തുവിടുന്നത്. നമ്മുടെ കയ്യിലും 180 അണുബോംബ് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 170+. അതെ, 180 ഒരു സ്ഥലത്ത് കണ്ടു. പാകിസ്ഥാനേക്കാൾ കൂടുതലാണ്. കാരണം 2025 കുറച്ച് കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതിനോടൊക്കെ അനുബന്ധിച്ചിട്ട് മുമ്പ് 172 ഉണ്ടായിരുന്നത് ഇപ്പൊ 180 ആയിട്ടുണ്ട്. അവരുടെ പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിന്റെ കയ്യിൽ 90 ആണവായുധങ്ങൾ അല്ലെങ്കിൽ അണുബോംബുകൾ ഉണ്ടെന്ന് സിപ്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ തകർക്കാനൊക്കെ വേണ്ടിയാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇങ്ങനെ തുരുതുരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവര് ഈ ഡിമോണയിലെ ഈ ആണവ നിലയം 1988 ഹെവി വാട്ടർ റിയാക്ടേഴ്സ് വഴി ഉണ്ടാക്കിയതാണ്. 1962-64 കാലത്ത് അത് പൂർണ്ണമായി. എന്ന് പറയുമ്പോൾ 1967 6 ദിവസത്തെ യുദ്ധം, 6 day വാർ, അതിന് മുമ്പ് തന്നെ ഇത് റെഡിയായിരുന്നു. വേണമെങ്കിൽ 1967 യുദ്ധത്തിൽ ഈജിപ്തിനെതിരെയൊക്കെ പ്രയോഗിക്കാമായിരുന്നു എന്നുള്ള വിധത്തിൽ അവരുടെ കയ്യിൽ ബോംബ് അപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഭാഗത്തേക്ക് ആ വ്യോമ മേഖല അടച്ചിരിക്കുകയാണ്. അവിടെ വളരെ വർഷങ്ങളായിട്ട് വിമാനങ്ങൾ പോകാൻ പറ്റില്ല. പക്ഷേ 1967 6 ദിവസം യുദ്ധം നടക്കുമ്പോൾ ആ വ്യോമമേഖല അടച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ അകത്തൊരു വിമാനം വന്നു. ആ വിമാനത്തിനെ ഉടനെ വെടിവെച്ചിടുകയും ചെയ്തു. അത് ഇസ്രയേലിൻ്റെ തന്നെ വിമാനമായിരുന്നു. മാറിപ്പോയി. സ്വന്തം വിമാനമാണ് വെടിവെച്ചിട്ടത്. ദസോൾ ഔറാഗൻ എന്ന് പറഞ്ഞ വിമാനമാണ് അന്ന് വെടിവെച്ചിട്ടത്. അവര് സ്വന്തം വിമാനം. സൗഹൃദ മത്സരം എന്ന് പറയുന്ന പോലെ സൗഹൃദ വെടി. അല്ല, അത് യുദ്ധത്തിൽ ഇങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ സ്വന്തം ടാങ്കുകളെ ആക്രമിച്ചിട്ടുണ്ട് മരുഭൂമി യുദ്ധത്തിൽ. അറിയാൻ പറ്റുന്നില്ല, അറിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബാത്ത് യാമിൽ പോയപ്പോൾ നെതന്യാഹു പിന്നെ പ്രത്യക്ഷപ്പെട്ടത് അവിടെയാണല്ലോ, ആദൻസിൽ എന്ന് പറഞ്ഞപ്പോൾ ബാത്ത് യാമിൽ തൊട്ടപ്പുറത്ത്. അവിടെ വലിയ ദൂരമില്ലല്ലോ, കേരളത്തിനേക്കാൾ ചെറിയ സ്ഥലമല്ലേ ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാത്ത് യാമിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി വലിയ വില കൊടുക്കേണ്ടി വരും ഇറാൻ എന്ന് പറഞ്ഞിരുന്നു. ഈ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് നെതന്യാഹു പറഞ്ഞത് അണുബോംബിടും എന്നാണോ എന്നൊരു ചർച്ചയും നടക്കുന്നുണ്ട്. കാരണം ഇതുവരെ പരസ്യമായിട്ട് ഇസ്രയേലിന് അണുബോംബുള്ളതായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. പൊതുവെ ഈ കിംവദന്തികൾ പടരുന്ന പോലെയാണ്. പക്ഷെ ഇപ്പം വ്യക്തമാണല്ലോ ഡിമോണയിൽ ഇതുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരിപ്പോൾ 370 മീഡിയം ബാലിസ്റ്റിക് മിസൈൽസ് അയച്ചിട്ടുണ്ട് ഇറാൻ. ഈ എമാദ് മറ്റേ മീഡിയം, പിന്നെ ഖദർ ലിക്വിഡ് ഫ്യൂവലാണ്. അതിൽ എമാദ്
എന്ന് പറയുന്ന മിസൈൽ റീ എൻട്രി വെഹിക്കിൾ ഉള്ളതാണ്, തിരിച്ചു വരാവുന്നത്. പിന്നെ ഗെയ്ബർ ഷെക്കൻ എന്ന് പറഞ്ഞ മിസൈൽ ഹാജ് കാസിം, മറ്റേ സുലൈമാൻ്റെ പേരിലുള്ളതാണ് ഹാജ് കാസിം സുലൈമാൻ. 2020 IRGCയുടെ കുസ് ഫോഴ്സിന്റെ മേധാവിയെ അമേരിക്ക കൊന്നത്, ഡ്രോൺ ആക്രമണം. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് പിന്നെ മിസൈലിൽ പറ്റുള്ളൂ, കെട്ടിടമൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഫത്ത 1 and 2 അത് ഹൈപ്പർസോണിക്. ഈ ഹൈപ്പർസോണിക് മിസൈലുകളും അയച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. ഹാജ് കാസിം അയച്ചതായിട്ട് റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ IRGCയുടെ കമാൻഡർ മേജർ ജനറൽ മൗസൻ റസായി പറഞ്ഞിരുന്നു മറ്റേ ഇസ്രയേൽ അണുബോംബിടാൻ സാധ്യതയുണ്ട്. അവർ ഒരു ആണവ മിസൈൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തകർത്തുകളെയും ഇസ്രയേൽ നഗരങ്ങൾ പിന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഒരു അണുബോംബ് ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ എവിടെ കൊണ്ടിടാനാണ്? അതെ അതെ അല്ലേ, അല്ലെ കത്തൂന്നല്ലേ, ചീയും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ വല്ല ചീഞ്ഞ വെള്ളം വല്ലതും ആയിരിക്കും സ്പ്രേ ചെയ്യാൻ. കത്തു ബോംബാണെ കത്തും എന്ന് പറയാം. സ്ഫോടകമായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ മലിനജലോ ഒക്കെ അടങ്ങിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇസ്രയേൽ ആണവ മിസൈൽ പ്രയോഗിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന്. അതാണ് മറ്റേ മന്ത്രി പറഞ്ഞത്, പാകിസ്ഥാൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ബോംബിടും. ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗം. ഇതിന്റെ കൂടെയാണ് അയാൾ പറഞ്ഞത്. അത് മുസ്ലിം രാജ്യങ്ങൾ ഇറാൻ, യമൻ, പലസ്തീൻ എല്ലാം ഒന്നിക്കണം. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഒന്നിക്കണം. അവനൊക്കെ ഒന്നിക്കാൻ പറ്റിയ അവസ്ഥയിലെ ഇപ്പൊ വേണ്ടിയിട്ട് നിൽക്കാൻ വയ്യ. നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനിടയ്ക്ക് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുന്ന, ഇറാൻ പ്രയോഗിക്കുന്ന മറ്റേ മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കുന്ന ഒരു പണി ജോർദാൻ നടത്തുന്നുണ്ട്. ജോർദാൻ വഴിക്ക് വെച്ച് നടത്തും. ജോർദാൻ ഇടയ്ക്ക് വെച്ച് അടിച്ചിടുന്നുണ്ട്. അത് അമേരിക്കയും ചെയ്യുന്നുണ്ട്. അതെ, വിമാനവാഹിനികളിൽ നിന്ന് അടിക്കുന്നുണ്ട്, അവരടിക്കുന്നുണ്ട്. പക്ഷെ ഈ ജോർദാൻ എന്തിനാ അടിക്കുന്നത്? കുറെ ജോർദാനില് താവളം ഉണ്ടല്ലോ ഇവരുടെ, മറ്റേ അമേരിക്കയുടെ താവളം ഉണ്ടല്ലോ, പറഞ്ഞാൽ ചെയ്തേ പറ്റുള്ളൂ. അതെ, അടിയുടെ അവനുണ്ടെന്ന് പറഞ്ഞാൽ യെസ് ശരി അമ്പ്ര എന്ന് പറയാ, അത്രേ ഉള്ളൂ. കാരണം അപ്പുറത്തുനിന്ന് വരുമ്പോ അപലപിക്കാൻ അത് കടലാസിൽ ഒരു ഒപ്പിടേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഈ സാംസ്കാരിക നായകന്മാര് എം സ്വരാജിന് വേണ്ടി ഒപ്പിടുന്ന വിലയുള്ളൂ ഖത്തറയും പറയുന്നതിനൊക്കെ. അപ്പോ ഈ ഇസ്ലാം ഫലത്തിൽ ഇറാനിട്ട് ജോർദാനും അടി കൊടുക്കുന്നുണ്ട്. യെസ്, ചെയ്യുന്നുണ്ട്. അമേരിക്ക ചെയ്യുന്നുണ്ട്, വഴിക്ക് അമേരിക്ക ചെയ്യുന്നുണ്ട് വന്നു. ജോർദാന്റെ വാർത്ത വന്നപ്പോൾ വല്ലാത്ത കൗതുകം തോന്നിയിരിക്കും. ജോർദാൻ നേരത്തെയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മറ്റേ താവളങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ വിമാനങ്ങൾ ചിലപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് ഇറാനിലേക്ക് പോകുന്നതും ഒക്കെ അറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പം ഈ 1979 വിപ്ലവകാലത്ത് ഇസ്ലാമിക ബോംബിന് വലിയ പ്രചാരം നമുക്കും വേണം എന്ന് പറഞ്ഞവർ നടക്കുന്നുണ്ടായിരുന്നു. ബൂട്ടോ പിന്നെ പാകിസ്ഥാനിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. കാരണം ഒരു ഇസ്ലാമിക രാജ്യത്തിന് എല്ലാവർക്കും വിതരണം ചെയ്യും എന്നുള്ളത്. 1979 മെയ് 17 മെനാക്കം ബെഗിൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർക്ക് ഒരു കത്തെഴുതിയിരുന്നു. ഇത് ബെഗിൻ ഡോക്ട്രിൻ ഉണ്ടാവുന്നത്. ബെഗിൻ പറഞ്ഞു പാകിസ്ഥാന് ബോംബുണ്ട്, പാകിസ്ഥാന്റെ ബോംബ് ലിബിയയിലെ ഗദ്ദാഫിക്ക് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നാ കത്തിൽ ചോദിച്ചിരുന്നു. പ്രാന്താണല്ലോ. അപ്പോൾ ഇത് വെറുതെ അല്ലായിരുന്നു ബെഗിൻ എന്ന് ചോദിച്ചത്. 2003 BBC ചൈന എന്ന് പറഞ്ഞ കപ്പലിൽ ഗ്യാസ് സെൻട്രിഫ്യൂജ് പാകിസ്ഥാൻ ലിബിയയ്ക്ക് അയച്ചത് വളരെ വ്യക്തമായിരുന്നു. അങ്ങനെ ഇറാനും പാകിസ്ഥാൻ സഹായം ചെയ്തിട്ടുണ്ട്. AQ ഖാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് AQ ഖാൻ പാകിസ്ഥാനിൽ തടവിലായി. പക്ഷെ ഖാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പാകിസ്ഥാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പാകിസ്ഥാൻ ആളെ തടവിലാക്കി മുഖം രക്ഷിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ആണ് ഇറാനെയും വലിയ തോതിൽ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്രയേൽ ആദ്യം ആക്രമിക്കാനുള്ള സാധ്യത കുറവാണെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. കാരണം ഇസ്രയേലിന്റെ കയ്യിൽ അണുബോംബ് ഉണ്ട് എന്നുള്ളത് പരസ്യമാവുന്ന ഒരു പരിപാടിയായിരിക്കുമല്ലോ. അപ്പൊ തൽക്കാലം ഈ ഫോർദോ തകർക്കുക. അപ്പോൾ ഈ ഡിമോണ ആണവ നിലയം ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു, പക്ഷെ വലിയ കേടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടുകളിലുണ്ട്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.